നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് നമ്മൾ ഓരോ 3000-4000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമ്മളുടെ അലൈൻമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ടയറുകൾക്ക് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടയറുകൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു ടയർ. ഇതിൽ നമുക്ക് ഈ ഒരു സൈഡ് നല്ലവണ്ണം തേഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു സൈഡും നല്ലവണ്ണം തേഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ ഒരു മഴ പോലെ ഒരു ടയറിൻ്റെ ഓരോ ഇത് സംഭവിച്ചിട്ടുണ്ട്. ടയർ ഓരോ ഭാഗത്ത് മാത്രം തേഞ്ഞ് പോയിട്ടുള്ളത്. അത് ഈ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തേഞ്ഞു പോകാൻ ഈ ഒരു വലിയ വാഹനത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. നമ്മളുടെ കാറുകൾക്കൊന്നും ഇത്ര തന്നെ സംഭവിക്കില്ല. എന്നാലും അലൈൻമെൻറ്റ് നമ്മൾ കൃത്യമായ കിലോമീറ്ററുകളിൽ ചെയ്തില്ല എങ്കിൽ നമുക്ക് നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ അവസ്ഥ ഇതായിരിക്കും നമുക്ക് വരാൻ പോവുക. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അപ്പോൾ ഇവിടെ മാത്രം സെൻറ്ററിൽ മാത്രം കുറച്ച് പൊന്തിക്കൊണ്ട് നിൽക്കുന്നത്, മറ്റുള്ള ഈ ഭാഗം താന്നുകൊണ്ടും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പൊന്തിയിട്ടാണ് ഈ ടയർ നിൽക്കുന്നത്. പിന്നെ ഈ സൈഡിലോട്ട് അങ്ങോട്ട് താന്നിട്ടാണ് നിൽക്കുന്നത്. അത് ഈ ഒരു അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് വരുന്നത്. ഇപ്പോൾ ഈ ടയർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു 2 പോർഷൻ വെച്ച് മാത്രമാണ് ഈ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ടയർ നിലത്ത് തട്ടുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ടയർ നമ്മൾ അലൈൻമെൻറ്റ് കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളുടെ ടയറുകൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ടയർ 30,000-40,000 കമ്പനി അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് നേരെ പകുതി ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ 20,000 കിലോമീറ്റർ തന്നെ കിട്ടാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും പറയുന്നത്. നമ്മൾ ടയർ വാഹനം നമ്മൾ ടയർ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റ് അതുപോലെ തന്നെ വീൽ ബാലൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇത് ഇത്രയും ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ മാത്രമാണ് ടയർ നിലത്ത് റോട്ട് തട്ടിക്കൊണ്ട് പോകുന്നത്. നമുക്ക് അവിടെ നല്ല ചളിയായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഇവിടെ തട്ടുന്നില്ല. ഈ ഭാഗത്ത് തട്ടാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ടയർ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡ് ടയറുകൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ടോ, ഇതൊക്കെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ഇവിടെ കണ്ട 2 മുഴകൾ ഇവിടെയൊക്കെ ടയറിന് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ടയറിന് ഒരുപാട് ഭാഗത്ത് ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടയറാണ്. ഇതൊരു ഹെവി വെഹിക്കിളാണ്, അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് ഡബിൾ ടയർ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടയർ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും ഓടുന്നത്. നേരെ മറിച്ച് നമ്മളുടെ സാധാരണ രീതിയിലുള്ള കാറ് അതല്ലെങ്കിൽ ഒരു 4 വീൽ വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടയർ വീണ്ടും വിശ്വസിച്ച് ഇടാൻ പറ്റില്ല. ഒരു പ്രശ്നങ്ങൾ വരും. നമ്മൾ എവിടെ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസുകളുണ്ട്. ഇതൊരു ഹെവി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ 2 ടയറുകൾ ഉണ്ടാകുമ്പോൾ ഒന്നിൽ ബാലൻസ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ വെയിറ്റ് ഇല്ലാത്തൊരു വെഹിക്കിളാണ്, അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ടയർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കാറുകൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു ടൈമിങ് ഇത് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.